Focus on removing the piston rings. Dismantle the piston and connecting rod. Check the side clearance of piston rings in the piston groove and land for wear. Check piston skirt and crown for damage and scuffing. Clean oil holes. ഹലോ, എൻ്റെ പേര് ജ്യോതിലക്ഷ്മി. ഈ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പിസ്റ്റൺ റിങ്ങുകൾ നീക്കം ചെയ്യാനും പിസ്റ്റൺ കണക്റ്റിംഗ് റോഡ് ഡിസ്മാന്റിൽ ചെയ്യുന്നു പഠിക്കാൻ പോകുന്നു. പിസ്റ്റൺ ഗ്രൂവിലെ പിസ്റ്റൺ റിങ്ങുകളുടെ സൈഡ് ക്ലിയറൻസും നമ്മൾ പരിശോധിക്കാൻ പോകുന്നു. ഈ ഡെമോൺസ്ട്രേഷന്റെ അവസാനം നിങ്ങൾക്ക് സാധ്യമാകും പിസ്റ്റണും കണക്റ്റിംഗ് റോഡ് അസംബ്ലിയും ഡിസ്മാന്റിൽ ചെയ്യുക. പിസ്റ്റണിൽ നിന്ന് പിസ്റ്റൺ റിങ്ങുകൾ നീക്കം ചെയ്യുക. റിങ്ങുകളും ഗ്രൂവ് സൈഡ് ക്ലിയറൻസുകളും അളക്കുക. ആവശ്യമായ ടൂളുകളും ഇൻസ്ട്രുമെന്ററുകളും. സ്പാനർ സെറ്റ് കംപ്ലീറ്റ്. വൈസ്, സർക്ലിപ്പ് പ്ലെയർ, ഡ്രിഫ്റ്റ്, ഫീലർ കേജ്. ആവശ്യമായ എക്യുപ്മെന്റുകളും സ്പെയറുകളും. പിസ്റ്റണും കണക്റ്റിംഗ് റോഡ് അസംബ്ലിയും. ആവശ്യമുള്ള മെറ്റീരിയലുകൾ: ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, ട്രേ, ബനിയൻ ക്ലോത്ത്. പിസ്റ്റണും കണക്റ്റിംഗ് റോഡ് അസംബ്ലിയും എങ്ങനെ ഡിസ്മാന്റിൽ ചെയ്യാമെന്ന് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നു. എഞ്ചിൻ നീക്കം ചെയ്യുമ്പോൾ നമ്മൾ പിസ്റ്റണും കണക്റ്റിംഗ് റോഡ് അസംബ്ലിയും നീക്കം ചെയ്യുകയും ഒരു സ്ഥലത്ത് സൂക്ഷിക്കുകയും ചെയ്യുക. ഡിസ്മാന്റിൽ ചെയ്യുന്നതിന് മുമ്പ് പിസ്റ്റണിലെയും കണക്റ്റിംഗ് റോഡിലെയും അടയാളങ്ങൾ ഉറപ്പാക്കുക. പിസ്റ്റൺ സ്കിഡ് വൈസ് ജോകളുടെ മുകളിൽ വരത്തക്ക തരത്തിൽ കണക്റ്റിംഗ് റോഡ് ഒരു വൈസിൽ ഹോൾഡ് ചെയ്യുക, അങ്ങനെ അതിന് കറക്കാൻ കഴിയില്ല. പിസ്റ്റൺ വൈസിൽ ഹോൾഡ് ചെയ്യരുത്. ഈ പ്രവർത്തനം പിസ്റ്റണെ നശിപ്പിക്കുന്നു. പിസ്റ്റണിൽ നിന്ന് പിസ്റ്റൺ റിങ്ങുകൾ നീക്കം ചെയ്യാൻ പിസ്റ്റൺ റിംഗ് എക്സ്പാൻഡർ ഉപയോഗിക്കുക. മുകളിലെ റിംഗിൽ പിസ്റ്റൺ റിംഗ് എക്സ്പാൻഡർ ടൈറ്റ് ആയി ഹോൾഡ് ചെയ്യുക. പിസ്റ്റൺ റിംഗ് എക്സ്പാൻഡറിന്റെ എൻഡുകൾ പിസ്റ്റൺ റിംഗ് എൻഡിൽ വയ്ക്കുക. പിസ്റ്റൺ റിംഗ് എക്സ്പാൻഡർ അമർത്തുക. ഇത് റിംഗ് ഗ്രൂവിൽ നിന്ന് പിസ്റ്റണിനെ വികസിപ്പിക്കുകയും പിസ്റ്റൺ റിംഗ് എക്സ്പാൻഡർ ഉയർത്തി പിസ്റ്റൺ റിങ്ങുകൾ പതുക്കെ പുറത്തെടുക്കാനും കഴിയുന്നു. തുടർന്ന് രണ്ടാമത്തെ റിംഗ് ഗ്രൂവിൽ നിന്ന് രണ്ടാമത്തെ പിസ്റ്റൺ റിംഗ് നീക്കം ചെയ്യുകയും ഉയർത്തി ആദ്യത്തെ റിംഗ് ഗ്രൂവ് വയ്ക്കുകയും ചെയ്യുക. ഇപ്പോൾ വീണ്ടും ആദ്യത്തെ റിംഗ് ഗ്രൂവിൽ നിന്ന് രണ്ടാമത്തെ റിംഗ് നീക്കം ചെയ്യുക. സമാനമായ രീതിയിൽ ഓയിൽ കൺട്രോൾ റിംഗ് നീക്കം ചെയ്യുക. ഒരു സർക്ലിപ്പ് പ്ലിയറിന്റെ സഹായത്തോടെ പിസ്റ്റൺ പിൻബോസിലെ ഗ്രൂവിൽ നിന്ന് സർക്ലിപ്പ് നീക്കം ചെയ്യുക. ഒരു ഡ്രിഫ്റ്റിന്റെയും മാലറ്റിന്റെയും സഹായത്തോടെ പിസ്റ്റൺ പിൻ ചെറുതായി ടാപ്പു ചെയ്യുക. പിസ്റ്റൺ പിൻബോസിൽ നിന്ന് പിസ്റ്റൺ പിൻ നീക്കം ചെയ്യുക. പിസ്റ്റൺ പിൻ നീക്കം ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈകൊണ്ട് പിസ്റ്റൺ ടൈറ്റ് ആയി ഹോൾഡ് ചെയ്യുക. ഇപ്പോൾ അസംബ്ലിയിൽ നിന്ന് പിസ്റ്റൺ നീക്കം ചെയ്ത് ഒരു ട്രേയിൽ സൂക്ഷിക്കുക. വൈസിൽ നിന്ന് കണക്റ്റിംഗ് റോഡ് നീക്കം ചെയ്ത് അതിൽ നിന്ന് നീക്കം ചെയ്ത പിസ്റ്റണിന് സമീപം വയ്ക്കുക. വൈസിൽ നിന്ന് കണക്റ്റിംഗ് റോഡ് പുറത്തെടുത്ത് വേർപെടുത്തിയ പിസ്റ്റണെടുത്ത് വയ്ക്കുക. എല്ലാ പിസ്റ്റണുകളും കണക്റ്റിംഗ് റോഡുകളും ഡിസസംബ്ലിംഗ് ചെയ്യുന്നത് തുടരുക. അവ ശരിയായ സ്ഥലത്ത് ക്രമമായി വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. പിസ്റ്റൺ വറിങ്ങുകൾ, കണക്റ്റിംഗ് റോഡ് എന്നിവ വൃത്തിയാക്കിയ ശേഷം ഉണക്കി ഒരു ട്രേയിൽ സൂക്ഷിക്കുക. കംപ്രസ് ചെയ്ത വായു ഉപയോഗിച്ച് കണക്റ്റിംഗ് റോഡിലെ ഓയിൽ ഹോളുകളിലേക്ക് അടിക്കുക. റിംഗ് ഗ്രോവ് ക്ലിയറൻസ്. റിംഗ് ഗ്രോവ് ക്ലിയറൻസ് പരിശോധിക്കുക എന്നതാണ് അടുത്ത ചുമതല. പരിശോധിക്കുന്നതിനു മുമ്പ് പിസ്റ്റൺ ഗ്രൂവുകൾ വൃത്തിയുള്ളതും വരണ്ടതും കാർബൺ ഡെപ്പോസിറ്റ് ഇല്ലാത്തതുമായിരിക്കണം. കാണിച്ചിരിക്കുന്നതുപോലെ പിസ്റ്റൺ ഗ്രൂവിലേക്ക് പിസ്റ്റൺ റിംഗ് കണക്ട് ചെയ്യുക. തിക്നെസ് ഗേജ് ഉപയോഗിച്ച് റിംഗിനും റിംഗ് ലാൻഡിനും ഇടയിലുള്ള ക്ലിയറൻസ് അളക്കുക. ഓരോ റിംഗിന്റെയും ഗ്രൂവിന്റെയും വശങ്ങൾക്കിടയിൽ ഫിറ്റ് ആകുന്ന ഏറ്റവും വലിയ വലിപ്പമുള്ള ഫീലർ ഗേജ് തിരഞ്ഞെടുക്കുക. ക്ലിയറൻസ് സ്പെസിഫിക്കേഷൻ ഇല്ലെങ്കിൽ പിസ്റ്റൺ റീപ്ലേസ് ചെയ്യുക. എല്ലാ പിസ്റ്റണുകൾക്കും ഈ പ്രവർത്തനം ആവർത്തിക്കുക. കൂടുതൽ തേയ്മാനമുള്ള പിസ്റ്റണുകൾ റീപ്ലേസ് ചെയ്യുക. അങ്ങനെ പിസ്റ്റൺ റിങ്ങുകൾ നീക്കം ചെയ്യാനും പിസ്റ്റൺ കണക്റ്റിംഗ് റോഡുകൾ ഡിസ്മാന്റിൽ ചെയ്യാനും നമ്മൾ പഠിച്ചു. പിസ്റ്റൺ ഗ്രൂവിലെ പിസ്റ്റൺ റിങ്ങുകളുടെ സൈഡ് ക്ലിയറൻസും നമ്മൾ പരിശോധിക്കാൻ പഠിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും വ്യക്തമായ ധാരണയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഇൻസ്ട്രക്ടറുടെ സഹായത്തോടെ ഈ എക്സസൈസ് ചെയ്യുക. നന്ദി.